പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി തലസ്ഥാനം ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ കണ്ട ഒരു കാഴ്ച, മോദി കാല് പിടിക്കുകയാണ്. നമ്മൾ ഇന്ന് വരെ മോദി ആയതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്കത് പ്രതീക്ഷിക്കാം. പക്ഷെ എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാല് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കായാലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് വിലയിരുത്തുന്നവർക്കായാലും ഒക്കെ ഒരു ആശ്ചര്യമായിരിക്കും. ഈ മോദിയുടെ ഇങ്ങനെ ഒരു ഇത്തരത്തിലൊരു നീക്കത്തെയൊക്കെ കുറിച്ച് എങ്ങനെയാണ് സാർ കാണുന്നത്? മോദിക്ക് പ്രത്യേകിച്ച് നീക്കം ഒന്നുമില്ലല്ലോ. മോദി ആൾക്കാർക്ക് മാതൃകയാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വന്നതെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രചരണാർത്ഥമാണ് വരുന്നത്. കാരണം ഇവിടുത്തെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ഇവിടുത്തെ BJP-ക്കാർ ആ പ്രദേശത്തുള്ളവരോട് കൊടുത്ത വാക്ക് അത് പാലിക്കാനാണ് മോദി വരുന്നത്. അതായത് RC എന്ന് പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരം ഞങ്ങളെ ഏൽപ്പിക്കൂ. കേരളം മൊത്തം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനകത്ത് ഒരുപക്ഷെ ഈ പറയുന്ന നേരിട്ടപ്പോൾ എല്ലായിടവും ജയിക്കുന്നതിന് വേണ്ടി നിന്നപ്പോൾ തിരുവനന്തപുരത്ത് അതിന് സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പറയുന്ന പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന BJP-ആണ്. അപ്പോൾ പലവട്ടം ആ പ്രതിപക്ഷം ഭരണപക്ഷത്ത് വരാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് ഈ പറയുന്ന അമിത്ഷാ പറഞ്ഞു, നിങ്ങൾ താഴെയിൽ തുടങ്ങും. ഇങ്ങനെയാണ് ഞങ്ങൾ ഗുജറാത്തിൽ തുടങ്ങിയത്, കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദി, ഞാനും അല്ലെങ്കിൽ ഞാനുൾപ്പെടെയുള്ള നരേന്ദ്രമോദിയുടെ കീഴിൽ നിന്ന് അവിടുത്തെ ആദ്യത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗുജറാത്തിലെ കോർപ്പറേഷൻ പിടിച്ചാണ് ഭരണം തുടങ്ങി. ഇവിടെ അങ്ങനെ തുടങ്ങാം. കോർപ്പറേഷൻ പിടിച്ചാൽ, കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൗൺസിലർമാരുണ്ടാവണം. അപ്പം 5-5.5 അതായത് 5 നിയമസഭാ മണ്ഡലങ്ങൾ അതിനകത്ത് വരും. അപ്പം കൗൺസിലർമാർ കൂടുതലുണ്ടാകുമ്പോൾ ആ കൗൺസിലർമാർ ജനങ്ങൾക്കിടയിലുള്ളവരല്ലേ, അല്ലെങ്കിൽ ജനം തിരഞ്ഞെടുത്തവരല്ലേ, അവർ പറയുന്നിടത്ത് അവർ വോട്ട് ചെയ്യും. അപ്പം നമുക്ക് MLA-മാരെ ഉണ്ടാക്കാം, MP-മാരെ ഉണ്ടാക്കാം. അതിന് ഏറ്റവും ആദ്യം സാധ്യതയുള്ളത് അല്ലെങ്കിൽ കൂടുതൽ BJP-ക്കാരുള്ളത് ഇവിടെ ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതനുസരിച്ച് RC 10 കൊല്ലത്തിന് ശേഷം അത് സാധ്യമാക്കി. ഒരുപക്ഷെ BJP-ക്കാരെ വിശ്വസിച്ചു. കാരണം മേയറൂട്ടിയുടെ പണിയെ കൊണ്ട് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് ഇവിടെ നടന്നിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം അങ്ങനെ മനസ്സിലാക്കി അവർ വോട്ട് ചെയ്തു. മേയർ വന്നു. മേയർ വന്നപ്പോൾ ഇദ്ദേഹം വരുന്നു, തിരുവനന്തപുരത്തിനെ ഇളക്കി മറിക്കുന്നു. അപ്പോൾ ആദ്യമേ രാവിലെ തൊട്ട് തുടങ്ങി. കാരണം BJP കേരളത്തിൽ ഒരുപക്ഷെ വളരാതിരിക്കാൻ അച്ചാരം മേടിച്ചിട്ടുള്ളതുപോലെയാണ് ഇവിടുത്തെ ചാനലുകളുടെ. രാവിലെ നേരം വെളുത്തപ്പോൾ കണ്ണു തുറന്നപ്പോൾ തൊട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ മേയർ സ്വീകരിക്കുന്നില്ല. ആദ്യത്തെ മേയർ BJP-യുടെ ആദ്യത്തെ മേയർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെട്ടി. സാധാരണക്കാരൻ വിചാരിക്കാനായിട്ട് വാടിവാൾ ഉപയോഗിച്ച് വെട്ടി എന്നുള്ളത് ആണ്. ഓഫീസ് വെട്ടി. അപ്പോൾ അപ്പോഴത്തേന് കൺഫ്യൂഷൻ ആയില്ല. മേയർ വരുമ്പോൾ സാധാരണ മേയറാണ് സ്വീകരിക്കുന്നത്. അതിന് പ്രത്യേകം അദ്ദേഹം കോട്ടുമൊക്കെ അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. അതിനാണ് ബാക്കി ആരൊക്കെ വന്നാലും അദ്ദേഹത്തിനാണ് അതിൻ്റെ അധികാരം. അല്ലെങ്കിൽ അത് മേയറെ വെട്ടിയോ എന്തൊരു BJP ഇതുവരെ ഇരുന്ന് മേയറൂട്ടിക്ക് വരെ സ്വീകരിക്കാൻ പറ്റിയിട്ടു. മേയറൂട്ടി ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം കൂടുതലൊക്കെ സൃഷ്ടിച്ച് VIP-കൾ വന്നപ്പോൾ, രാഷ്ട്രപതി വന്നപ്പോൾ രാഷ്ട്രപതിയുടെ വാഹന യൂഹത്തിനകത്ത് കയറി, അല്ലെങ്കിൽ സുരക്ഷാ പാളിച്ച ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്തില്ല. ഇതെല്ലാം ചർച്ച ചെയ്തില്ല. വെള്ളം കൊടുത്തില്ല. ആകപ്പാടെ നാശം ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്തു. ഈ പ്രധാനപ്പെട്ട ജനം വിശ്വസിച്ച് കൊടുത്ത് BJP ഏൽപ്പിച്ചപ്പോൾ അതിനകത്ത് BJP-ക്കകത്ത് കണ്ടോ മേയറെ VV രാജനെ വെട്ടിയതാ, അതിനകത്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ VV രാജനെ വെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായി. രാവിലെ തൊട്ടേ വാർത്തയായി, കൺഫ്യൂഷനായി. മേയറിൻ്റെ അടുത്ത് ആരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ്, എനിക്ക് അദ്ദേഹത്തെ അവിടെ ചെന്ന് സ്വീകരിക്കേണ്ട കാര്യമില്ല, പാർട്ടി പരിപാടികളുണ്ട്, അല്ലെങ്കിൽ മറ്റ് 2 പരിപാടികളുണ്ട്, എനിക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് മറ്റ് പരിപാടികളിൽ ഓടിയെത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ കൂടെ എൻ്റെ വാഹനമോ അല്ലെങ്കിൽ വ്യൂഹമോ കയറാൻ പറ്റത്തില്ല, സുരക്ഷാ പാളിച്ച ഉണ്ടാകും, അതുകൊണ്ട് അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് എനിക്കത് പ്രയാസമില്ല, ഞാൻ അദ്ദേഹത്തെ മറ്റിടത്ത് കണ്ടോളാം, വേറെ കാണാൻ പറ്റുന്നിടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പോയി. എന്നാലും ഇത് വല്ലാത്തൊരു, അല്ലെങ്കിൽ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വീണ്ടും മാധ്യമങ്ങൾ ആരുടെ കയ്യിൽ നിന്നോ അച്ചാരം മേടിച്ചിട്ടുള്ളതുപോലെയാണ്. BJP-യെ ഇവിടെ വരാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ BJP-യെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി മോദി വരുമ്പോൾ ഈ ഇകഴ്ത്തി കാണിക്കൽ ഒന്നും നടക്കാതെ വരുമ്പോൾ ഒരു പ്രശ്നം എന്തെങ്കിലും ഒന്നുണ്ടാക്കിയിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മോദി അങ്ങ് പൊളിച്ച് വലിച്ച് കീറി ഒതുക്കി കൊടുത്തു. കാരണം പുള്ളി ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആളാണല്ലോ. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചപ്പം എക്സിറ്റ് ട്വീറ്റ് ഇട്ട ആളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് അദ്ദേഹം, എവിടെല്ലാം അദ്ദേഹം ചെല്ലുന്നുണ്ട്, ഇടത്തോളം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ. എല്ലാ മുക്കിനും മൂലയും അദ്ദേഹത്തിന് അറിയാം. കാരണം ഇന്ത്യയിലെ എല്ലാ മുക്കും മൂലയും അറിയാം, ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാം, ജനങ്ങളുടെ മൊത്തം പ്രശ്നങ്ങളും അറിയാം. ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഒരുപക്ഷെ ലോകത്തിൻ്റെ വിഷയങ്ങൾ മൊത്തം അറിയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ
പുള്ളി ലോകത്തിലെ ജിയോ പൊളിറ്റിക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആയിട്ടല്ലേ ഇപ്പം നമ്മൾ കാണുന്നത്. കാരണം ജിയോ പൊളിറ്റിക്സിനകത്ത് പോലും പുള്ളി എടുക്കുന്ന തീരുമാനങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ വരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത് അദ്ദേഹം കാണിച്ച ഒരു നിലപാട്, നമ്മുടെ അടുത്ത് കാണിച്ചപ്പോൾ ഒരു നിലപാട് ഇപ്പം ഏറ്റവും അവസാനം യൂറോപ്യൻ രാജ്യങ്ങൾ, G7 രാജ്യങ്ങൾ അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ എല്ലാം ഏകദേശം മോദിയാണ് ശരി, അങ്ങയുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ, ഇന്ത്യയുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ, കാര്യങ്ങളെന്ന രീതിയിലേക്ക് ആവുന്നില്ലേ? ഇത് രീതിയിലൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യൻ. അപ്പോൾ ഇന്ന് അവിടെ വന്നു അദ്ദേഹം പ്രസംഗത്തിനകത്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്ത് VV രാജേഷ്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ബാക്കി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സംസാരിക്കും VV രാജേഷ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചേർന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ പഴയകാല സുഹൃത്ത് VV രാജേഷ് അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ കോർപ്പറേഷൻ മേയർ അദ്ദേഹത്തിൻ്റെ പഴയകാല സുഹൃത്താവുന്നതിനൊപ്പം അതൊരു വലിയ പദവിയായിട്ട് ഇതുവരെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ ആ പദവി അവതരിപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനകത്തുനിന്ന് രണ്ടാമത് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്, നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുകയെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം തരൂർ വന്നപ്പോൾ തിരിഞ്ഞു നിൽക്കുമായിരുന്നു ആരാ? രാഹുൽ ഗാന്ധി. ആ സ്ഥാനത്താണ് ഇദ്ദേഹം VV രാജേഷിനെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത്. VV രാജേഷ് ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരവസ്ഥയായിരിക്കും. അദ്ദേഹത്തെ കാലെ തൊട്ട് തൊഴാൻ ശ്രമിച്ചപ്പോൾ VV രാജേഷിൻ്റെ കാലെ തൊട്ട് തൊഴാൻ സമ്മതിച്ചില്ല, പിടിച്ചെണീപ്പിച്ചു. രണ്ടാമത് ഡെപ്യൂട്ടി മേയർ അദ്ദേഹത്തിൻ്റെ കാലെ തൊട്ട് ഒഴിപ്പോൾ എത്ര വയസ്സുള്ള പെണ്ണാണ് ഡെപ്യൂട്ടി മേയർ? അല്ലെങ്കിൽ എത്ര വയസ്സ് കാണും അവർ? ചെറുപ്പക്കാരിയാവുന്ന എനിക്ക് തോന്നുന്നു 40 വയസ്സ്, കൂടി വന്നാൽ 45 വയസ്സ്. ഈ കാലെ തൊട്ട് തൊഴുതു, അല്ലെങ്കിൽ അദ്ദേഹത്തെ വണങ്ങിയ ശേഷം അവരുടെ കാലെ തൊട്ട് തൊഴുക മോദി. വല്ലാത്തൊരു മെസ്സേജാണ്. കാരണം സ്ത്രീയെ അത്രയ്ക്ക് ബഹുമാനിക്കുന്നു പുള്ളി. മനസ്സിലാവും, നേരത്തെ ഇതുപോലെ പല വേദികളും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ പല വേദികളിലും അദ്ദേഹത്തിൻ്റെ കാലെ തൊട്ട് തൊഴുന്ന സ്ത്രീകളുടെ കാലെ തൊട്ട് പുള്ളി തൊഴാറുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ അവാർഡ് അല്ലെങ്കിൽ നമ്മുടെ അംഗീകാരങ്ങളുണ്ടല്ലോ, ഈ നമ്മൾ കൊടുക്കുന്ന അതിനകത്ത് പല ഭാരതരത്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പത്മഭൂഷൺ അതിനകത്ത് ചില പഴയ സ്ത്രീകളെയൊക്കെ, അമ്മമാരെയൊക്കെ, അല്ലെങ്കിൽ അത്രയ്ക്ക് ആ പത്മഭൂഷൺ കൂടെ പ്രായമുള്ള ആൾക്കാരെ ഇദ്ദേഹം ചെന്നിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആ കാലത്തോട്ട് തൊഴിൽ ഇത് ഏത് പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ആര് ഈ മെസ്സേജ് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്? കാരണം ഇതൊരു വല്ലാത്ത മെസ്സേജാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം അത് ലോകത്തിന് അല്ലെങ്കിൽ വിളിച്ചോതി അത് നേരിട്ട് കാണിച്ച് അതാണ് ഏറ്റവും വലിയ സംസ്കാരം എന്നുള്ള രീതിയിൽ അതിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. ഇത് തന്നെയാണ് അത് ഇവിടൊക്കെ ഓരോരുത്തരുടെ കാലത്തോട്ട് തൊഴാൻ, അല്ലെങ്കിൽ നമുക്കൊരാളെ കാണുമ്പോൾ തൊഴാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ആൾക്കാർക്കും എന്തൊരു തൊഴുന്നതായിട്ട് കുറവ് സംഭവിക്കുന്നത്. ആ സ്ഥാനത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരുപക്ഷെ മകളുടെ പോലും പ്രായമില്ലാത്ത ഒരു സ്ത്രീ കാലത്തൊട്ട് തൊഴുതപ്പോൾ അതിനപ്പുറം അവരുടെ കാലത്തൊട്ട് തൊഴുന്ന ഒരു മെസ്സേജ് തിരുവനന്തപുരത്ത് വലിയ ആ വേദിയിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു മെസ്സേജാണ്. അത് ഒരുപക്ഷെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വരവിനകത്ത് എപ്പോഴും ഇതുപോലുള്ള ശുഭസൂചകമായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഇതുപോലുള്ള മെസ്സേജുകൾ കൊടുക്കാറുണ്ട്. ഏതായാലും മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ ആരുടെയൊക്കെയോ അജണ്ട തിരുവനന്തപുരം മേയർ VV രാജേഷിനെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയും BJPയും ആദ്യത്തെ പരിപാടിയിൽ തന്നെ ഒതുക്കി എന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഇതിനു ശേഷവും ഈ വാർത്ത ഉയർത്തി കാണിച്ച് എന്തൊക്കെയോ സംഭവിക്കുന്നു, അല്ലെങ്കിൽ BJPക്കകത്ത് ഇത്തരത്തിലുണ്ട്, ഇത്രയേ ഉള്ളൂ VV രാജേഷ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ BJPയെ അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത വിഷയം വലിയ വലിപ്പത്തിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് നടത്തുമ്പോൾ അത് ജനങ്ങളിടയ്ക്ക് അതേ അർത്ഥത്തിലെത്താതെ അതിനകത്തൊരു കളങ്കിതം അല്ലെങ്കിൽ അത്തരത്തിലല്ല, ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഇതെല്ലാം, അല്ലെങ്കിൽ അവരുടെ ആ പ്രയത്നത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം മോദി പൂർണ്ണമായിട്ടും പൊളിച്ചു. മോദി കൈയടക്കി അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്നത് മോദിയുടെ വരവോടുകൂടി ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം അത് ഗംഭീരമായിരുന്നു. അത് ഒരുപക്ഷെ BJP അല്ല, പൊതുജനം മൊത്തവും, തിരുവനന്തപുരം മൊത്തവും, കേരളം മൊത്തവും ഏറ്റെടുത്തിരിക്കുന്നു. ഈ ചോദ്യം എന്തിനു മോദി കാല് പിടിച്ചു, അല്ലെങ്കിൽ ഇതൊരു എന്തിൻ്റെ മെസ്സേജാണ്? അതൊരു വലിയ മെസ്സേജ് തന്നെയാണ്. ഇതാണ് വേണ്ടത്, ഇതാണ് നമ്മുടെ സംസ്കാരം എന്നാണ് അദ്ദേഹം ജനത്തിന് കാണിച്ചു കൊടുത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.